ലഹരി കടത്താൻ ശ്രമിച്ച ബ്രസീൽ ദമ്പതികൾ നെടുമ്പാശ്ശേരിയിൽ പിടിയിലായി. കൊക്കൈൻ ഗുളികകൾ വിഴുങ്ങിയ നിലയിലാണ് DRI ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. 70 ഗുളികകൾ ഇതുവരെ പുറത്തെടുത്തു. 10 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഉണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്യാമ, ഒരു വലിയ ലഹരി കടത്തിന്റെ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. കൊക്കൈൻ ഗുളിക രൂപത്തിലാക്കി അത് വിഴുങ്ങുക, അതിനുശേഷം പിടിയിലാവുമ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുക. DRI ഔദ്യോഗികമായി എന്തൊക്കെ അറിയിക്കുന്നുണ്ട് ശ്യാം? വിജയകുമാർ, വലിയൊരു ലഹരിക്കടത്താണ് DRI സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം, ഈ ബ്രസീലിൽ നിന്നെത്തിയ ഈ ദമ്പതികൾ ഈ ലഹരി എത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് തിരുവനന്തപുരമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. ഇവർ തിരുവനന്തപുരത്ത് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ DRIക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ചും ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈലുകൾ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് ഈ ലഹരി ആർക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്ന അന്വേഷണം DRI ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ലഹരി വസ്തുക്കൾ വിഴുങ്ങിക്കൊണ്ടുവന്നപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെയാണ് ഇവരുടെ ഈ വിമാനത്തിൽ വെച്ച് തന്നെ ഇവർ നിരീക്ഷണത്തിലാകുന്നത്. പിന്നീട് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവരെ DRI സംഘം എമിഗ്രേഷനിൽ നിർദ്ദേശമനുസരിച്ച് തടഞ്ഞു വെക്കുകയും പിന്നീട് DRI കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. സ്കാനിങ്ങിലൂടെയാണ് ഇവരുടെ ശരീരത്തിൽ ക്യാപ്സൂൾ രൂപത്തിലാക്കിയ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു എന്ന് കണ്ടെത്തിയത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത് പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിലാണ് കൊക്കൈനാണ് ഇവർ കടത്താൻ ശ്രമിച്ചത് എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും രണ്ടുപേരുടെ ശരീരത്തിൽ നിന്ന് ഇതുവരെ 70-ലധികം കൊക്കൈൻ ഗുളികകൾ പുറത്തെടുത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നിലവിൽ DRI തന്നെ നൽകുന്ന സൂചന പ്രകാരം ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള കൊക്കൈൻ ഇവരുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബ്രസീൽ സ്വദേശികളായ ലൂക്കാസ്, ഭാര്യ ബ്രൂണ എന്നിവരാണ് DRIയുടെ പിടിയിലായിരിക്കുന്നത്. ഇവരുടെ ശരീരത്തിൽ നിന്നും ഇനിയും ഈ ലഹരി ഗുളികകൾ ക്യാപ്സൂൾ രൂപത്തിലാക്കിയ മയക്കുമരുന്ന് പുറത്തെത്തിക്കാനുണ്ട്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. വിപണിയിൽ പൂർണ്ണമായും ഇത് പുറത്തെത്തിക്കും. ഈ ലൂക്ക ബ്രൂണ ദമ്പതികൾ ഇപ്പോഴും ഈ ആശുപത്രിയിൽ തുടരുകയാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ രണ്ടുപേരും ആശുപത്രിയിൽ തുടരുകയാണ്. കാരണം ഇവരുടെ ജീവന് പോലും അപകടം ഉണ്ടാക്കുന്ന രീതിയിലെ ഒരു ലഹരി കടത്തിലാണ് ഇവർ കാരിയർമാരായി പ്രവർത്തിച്ചത്. അങ്ങനെയാണ് DRI ഇവരെ പിടികൂടുന്നത്. നിലവിൽ 70 കൊക്കൈൻ ഗുളികകളാണ് ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയ 70 ഗുളികകളാണ് പുറത്തെടുക്കാൻ സാധിച്ചത്. ഇനിയും ഇവരുടെ ശരീരത്തിൽ ഈ കൊക്കൈൻ ഉണ്ട്. പക്ഷെ അത് ഇവരുടെ ജീവൻ ആപത്ത് സംഭവിക്കാതെ തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാകും ഇവർ ഇത് ആർക്ക് കൊണ്ടുവന്നു, കാരിയർമാരായി ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് ഇങ്ങനെ ലഹരി കടത്തുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും തിരുവനന്തപുരത്തേക്കാണ് ഇവർ എത്തേണ്ടിയിരുന്നത്. അത് കൊച്ചിയിൽ ഇറങ്ങി ശ്രദ്ധ തിരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് മറ്റേതെങ്കിലും മാർഗത്തിൽ പോകുന്നതിന് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതാണോ, അതിനിടയിൽ ആർക്കെങ്കിലും കൈമാറാനായിരുന്നു ഉദ്ദേശം എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ. 10 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഈ രണ്ടുപേരുടെയും ലൂക്ക ബ്രൂണ ദമ്പതികളുടെ ശരീരത്തിലുണ്ട് എന്നാണ് DRI പറയുന്നത്. അത് മുഴുവൻ അവരുടെ ജീവൻ അപകടം പറ്റാതെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. അവരെ ചോദ്യം ചെയ്യണം. ആർക്ക് കൊണ്ടുവന്നു, ആരാണ് ഇതിൻ്റെ ഏജന്റുമാർ കേരളത്തിൽ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. സമീപകാലത്ത് നെടുമ്പാശ്ശേരിയിൽ നടത്തുന്ന ഒരു വലിയ ലഹരി വേട്ടയുടെ വിവരങ്ങളാണ് DRI ഇപ്പോൾ പുറത്തുവിടുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.